രണ്ടാമത് ഞാൻ ആദ്യം മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ച് വന്നപ്പോഴത്തേക്ക് നമ്പൂരിയാണ് അതിൽ ചിത്രങ്ങളൊക്കെ വരുന്നത്. ആ ചിത്രങ്ങളൊക്കെ അതേ രൂപത്തിൽ മനസ്സിലിരിക്കും. നമ്പൂതിരിയുടെ വര അതൊരു പ്രത്യേകതയാണ്, മറ്റുള്ള ആർക്കും ഇല്ലാത്തൊരു പ്രത്യേകതയാണ്. എൻ്റെ പേര് BR കാർത്തികേയൻ. ഞാൻ ഒരു ചുമട്ടുതൊഴിലാളിയായിരുന്നു. ഞാൻ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടം തുടങ്ങിയ വായനയാണ്. കാര്യം എൻ്റെ അച്ഛൻ ഒരു വായന ഇഷ്ടമുള്ള ആളായിരുന്നു. എല്ലാ 2-3-4 പത്രങ്ങളൊക്കെ ഒരു ദിവസം വായിച്ച് അതിനെപ്പറ്റിയൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. ചേർത്തല മാർക്കറ്റിലെ കച്ചവടം ഉണ്ടായിരുന്നു, കപ്പക്കടയായിരുന്നു. അച്ഛൻ ഞാൻ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കടയിൽ വന്നിരുന്ന് കഴിയുമ്പോഴത്തേക്ക് അച്ഛൻ്റെ എന്നെ കൊണ്ട് വൈകുന്നേരങ്ങളിൽ ഞായറാഴ്ച ദിവസം പ്രത്യേകിച്ചും വൈകുന്നേരങ്ങളിൽ ചേർത്തല മുനിസിപ്പൽ ലൈബ്രറിയിൽ പോയി പുസ്തകങ്ങൾ എടുത്ത് വായിക്കുകയും എന്നെക്കൊണ്ട് വായിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ആ വായന അച്ഛൻ ആ കാറ്റഗറിയിലൂടെ അച്ഛൻ 1968 മരിക്കുകയുണ്ടായി. അതിനുശേഷവും ഞാനിത് തുടർന്നു പോകുന്നിരുന്നു. ആ കാലഘട്ടത്തിലുള്ള എൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ജീവിത സാഹചര്യത്തിൽ അച്ഛൻ വെച്ച് കഴിഞ്ഞപ്പോഴുണ്ടായ ഒരു ജീവിത സാഹചര്യത്തിൽ ഒരു പരിധിവരെ എന്നെ പിടിച്ചു നിർത്തിയത് വായനയാണ്. മറ്റുള്ള കാര്യങ്ങൾ അന്ന് ലഹരി ഉപയോഗമൊന്നുമില്ല. വായനയിലൂടെ അതിനൊന്നും ഒരു ലഹരിയായിട്ട് ഞാൻ കണ്ടിരുന്നത്. അവസാനം വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം അജയ് ഘോഷിൻ്റെ ചെങ്കൊടിക്ക് തീപിടിച്ച കാലം. അത് ഇതിനെ അവതാരിക ചെയ്തിരിക്കുന്നത് ജോർജ് പുളിക്കനാണ്. അപ്പോൾ ജോർജ് പുളിക്കൻ എൻ്റെ അനിയനാണ്. അപ്പോൾ അദ്ദേഹം എനിക്ക് പുസ്തകം കിട്ടുമ്പോൾ എനിക്ക് തരും വായിക്കാനായിട്ട്. കൂടുതൽ പുസ്തകങ്ങൾ ജോർജ് പുളിക്ക് എനിക്ക് തന്നിട്ടുണ്ട്. എനിക്കും എൻ്റെ പേരക്കുട്ടിക്കും നൽകാറുണ്ട്. പേരക്കുട്ടി അരുണിമയ്ക്ക് വായിക്കാനായിട്ട് അദ്ദേഹം കൊടുക്കാറുണ്ട്. ആദ്യമായിട്ട് എനിക്ക് ഞാൻ ലൈബ്രറിയിൽ നിന്ന് മെമ്പർഷിപ്പ് എടുത്തതിന് ശേഷം കൂടുതലായിട്ട് വായിച്ചിട്ടുള്ളത് ദുർഗാപ്രസാദ് ഖത്രിയുടെ മോഹൻഡി അങ്ങഴ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത വെളുത്ത ചെകുത്താൻ, ചുവന്ന കൈപ്പത്തി, മൃത്തികരണം തുടങ്ങിയ പുസ്തകങ്ങളാണ്. ദീപികത്തോടെ എല്ലാ പുസ്തകങ്ങളും തന്നെ മലയാളത്തിലേക്ക് വന്നിട്ടുള്ള ഞാൻ ആ കാലഘട്ടത്തിൽ വായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അന്ന് അറബിക്കഥകൾ 4 ഭാഗം വരെയൊക്കെ വായിച്ചിട്ടുണ്ട്. നോവല് കഥകൾ ഒരുപാട് അന്ന് ആ കാലഘട്ടത്തിലുള്ള കാനം, മുട്ടത്ത് വർക്ക് തുടങ്ങിയ കോവിലൻ, അങ്ങനെ എല്ലാവരുടെയും പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. അതുപോലെ ഒരു ദേശത്തിൻ്റെ കഥ പോലെയുള്ള സഞ്ചാര കഥകൾ, എസ്കേപ്പറ്റക്കാരൻ്റെ സഞ്ചാര കഥകൾ വായിക്കാറുണ്ട്. പലരുടെയും സഞ്ചാര കഥകൾ, അത് ചരിത്ര കഥകൾ, ചരിത്രത്തിനോട് എനിക്ക് വലിയ ഒരു ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് ചരിത്ര കഥകൾ വായിക്കാറുണ്ട്. അത് ചരിത്രം അറിയാനും വലിയ താല്പര്യമുണ്ട്. C രാധാകൃഷ്ണൻ ഇഷ്ടപ്പെട്ട റൈറ്ററാണ്. അതേപോലെ തന്നെ ദുർഗാപ്രസാദ് ഖത്രി മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും ഈ പറഞ്ഞ മൃത്യുകരണ ചുവന്ന കൈപ്പറ്റിയൊക്കെ മനസ്സിൽ തന്നെ എപ്പോഴും നിറഞ്ഞിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ MDയുടെ 2-ാം ഊഴം, 4 കെട്ട്, ഇതൊക്കെ മനസ്സിൽ നിന്ന് ഓരോ കഥാപാത്രങ്ങളും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വരും MDയുടെ പുസ്തകങ്ങളിൽ. അപ്പോൾ അതൊന്നും നമുക്ക് മനസ്സിൽ നിന്നും അങ്ങനെ പെട്ടെന്ന് മാഞ്ഞു പോകത്തില്ല. ഇപ്പോൾ ഓൾഗ മുതൽ ഗംഗ വരെ രാഹുൽ സംകൃതയാളിൻ്റെ പുസ്തകമാണ്. അത് നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കും. അത് ചരിത്രം, നമ്മുടെ ഇന്ത്യയിലേക്ക് കുടിയേറ്റം ഉണ്ടായതിൻ്റെ ചരിത്രം, അതിൽ മനുഷ്യ ഉൽപ്പത്തി മുതലുള്ള ചരിത്രങ്ങളാണ്. ആദ്യ കാലഘട്ടം തൊട്ട് ശിലായുഗത്തിന് മുമ്പുള്ള കാലഘട്ടം തൊട്ടുള്ള ചരിത്രം. അപ്പോൾ ആ നാഗരികതയും അന്നുണ്ടായിരുന്ന മനുഷ്യരുടെയും സ്ത്രീ മേധാവിത്വത്തിനെ പറ്റിയൊക്കെയുള്ള സ്ത്രീ മേധാവിത്വമായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ എന്നാണ് ഇതിലും അതുപോലെ പുരാണങ്ങളിലൊക്കെ പറയുന്നത്. സ്ത്രീ മേധാവിത്വം, ആ സ്ത്രീ മേധാവിത്വത്തിന് അതിൽ നിന്ന് പിന്നോട്ടുള്ള കാലഘട്ടങ്ങളാണ്, മുന്നോട്ട് കയറി വരുന്ന കാലഘട്ടങ്ങളുമാണ്. അതൊക്കെ നമുക്ക് വായിച്ചറിയേണ്ട ഒരു സംഭവങ്ങളാണ്. ചുമട്ടുതൊഴിലാളി എന്നുള്ള കുറേ കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കൂടുതൽ വർക്കുള്ളിടത്തല്ല, ഓവർ വർക്കുള്ള സ്ഥലങ്ങളിലല്ല വരുന്നത്. ഒരു പാലക്കാട് അല്ലെങ്കിൽ അതുപോലെയൊക്കെയുള്ള കടകളിലേക്ക് പോയി. അപ്പോൾ കുറച്ച് സമയം ഫ്രീ സമയം കിട്ടും. ആ സമയങ്ങളിൽ ലൈബ്രറിയിലെ പുസ്തകം എടുത്ത് വെച്ച് വായിക്കും. അപ്പോൾ അതൊരു വലിയൊരു സന്തോഷമുള്ള ഫ്രീ ടൈമിന് ആരെങ്കിലും അടുത്തുകൂടി വന്ന് പിടിച്ചാൽ പോലും അറിയത്തില്ല പുസ്തകങ്ങളിൽ ലയിച്ചിരുന്നു പോകുന്നത് എന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. 2-ാം ഊഴത്തിലെ കഥാപാത്രങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഓടി വരും. 2-ാം ഊഴം ഞാൻ ആദ്യം മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ച് വന്നപ്പോഴത്തേക്ക് നമ്പൂരിയാണ് അതിൽ ചിത്രങ്ങളൊക്കെ വരുന്നത്. ആ ചിത്രങ്ങളൊക്കെ അതേ രൂപത്തിൽ മനസ്സിലിരിക്കും. നമ്പൂതിരിയുടെ വര അതൊരു പ്രത്യേകതയാണ്, മറ്റുള്ള ആർക്കും ഇല്ലാത്തൊരു പ്രത്യേകതയാണ്. മഹാഭാരതത്തെ സംബന്ധിച്ചിടത്തോളം മഹാഭാരതത്തിൻ്റെ ഗദ്യയാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. അതിൽ എന്താണെന്ന് പറഞ്ഞാലും അത് മഹാഭാരതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിൽ ഒരിക്കലും മായ്ക്കാൻ ഒരു വളരെ മുറിപ്പാടായിട്ട് തോന്നിയിട്ടുള്ളത്. കൃഷ്ണൻ്റെ സഹോദരി
ആണല്ലോ അർജുൻ്റെ ഭാര്യ. ഇവർ 3 പേരും കൂടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അർജുൻ്റെ ഭാര്യ ഗർഭിണിയായിരിക്കുമ്പോൾ ഒരു വനത്തിൽ മരത്തിൽ ചാരിയിരുന്ന ഒരു പതുക്കെ മയങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പത്മവ്യൂഹം ഭേദിക്കുന്ന കാര്യം പറഞ്ഞു കൊടുക്കും. അളിയനോട് അർജുനെ ശ്രീകൃഷ്ണൻ ഉപദേശിച്ചു കൊടുക്കും. അത് ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ അർജുനും ഉറങ്ങുന്നു, പെങ്ങളും ഉറങ്ങുന്നു. പിന്നെ ഇതാരെ മൂളി കേട്ടുകൊണ്ടിരിക്കുന്നതെന്നൊരു സംശയം. ഇത് മൂളുന്ന വെച്ചാൽ മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പെങ്ങളുടെ വയറ്റിൽ കിടക്കുന്ന കുട്ടിയാണ് മൂളുന്നത്. ആ മൂളൽ കേട്ട് കുറേ ആയിക്കഴിഞ്ഞപ്പോൾ പത്മവ്യൂഹത്തിനകത്ത് കടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്രീകൃഷ്ണൻ അത് നിർത്തുകയാണ്. അപ്പോൾ അതെനിക്ക് വളരെയേറെ വേദന ഉണ്ടായി. പിന്നീട് കുരുക്ഷേത്ര യുദ്ധത്തിൽ പത്മവ്യൂഹത്തിൽപ്പെട്ട് അഭിമന്യു കൃഷ്ണൻ്റെ അനന്തരവനെ അന്നുണ്ടായിരുന്ന കുട്ടി, ദ്രോണത്തിലുണ്ടായിരുന്ന കുട്ടി മരിക്കുന്നത് വളരെ വേദനയോടുകൂടിയേ ഓർക്കാൻ കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ ഭീമൻ്റെ പുത്രൻ ഭീമൻ്റെ പുത്രൻ ഘടോത്കചൻ്റെ മരണം, ഘടോത്കചനെ പോലെ ഒരു കഴിവുള്ള യോദ്ധാവ്, ആ യോദ്ധാവിനെയും കുരുതി കൊടുക്കുന്നൊരു സാഹചര്യം, അതൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. ഈ കുട്ടിക്ക് അതുപോലെ തന്നെ ഈ കുട്ടി കുറേ കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ പുസ്തകമൊക്കെ വായിച്ച് കുറേ കാലം കഴിഞ്ഞപ്പോൾ കാലിഫോർണിയ സർവകലാശാല ഒരു കാര്യം ഒരു 10-30 വർഷത്തിന് മുമ്പ് പറയുകയുണ്ടായി. ഗർഭസ്ഥ ശിശു 2-3 മാസം കഴിയുമ്പോൾ തൊട്ട് ഗർഭസ്ഥ ശിശു നമ്മൾ എന്ത് പറഞ്ഞാലും അത് കേട്ട് അത് മനസ്സിലാക്കാൻ തുടങ്ങും. അതിനുള്ളിൽ അത് അച്ഛനാണെങ്കിൽ മോനെ എന്ന് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ചവിട്ടി പ്രതികരിക്കും എന്നുള്ളതിനെ പറ്റിയൊക്കെ വന്നു. പക്ഷേ ഇതിൽ രണ്ടും കൂടി ലിങ്ക് ചെയ്യുന്നു. ഈ ചരിത്രവും സയൻസുമായിട്ട് ലിങ്ക് ചെയ്ത് വരുന്ന ഒരു കാര്യം നമുക്കത് വളരെയേറെ ഒരു സന്തോഷപ്രദമാണ്. അത് മറ്റത് വായിച്ചപ്പോൾ ദുഃഖമാണ് ഉണ്ടായെങ്കിൽ പോലും ഇത് കാലിഫോർണിയ സർവകലാശാലയുടെ റിപ്പോർട്ട് വന്നപ്പോഴത്തേക്ക് അതിൻ്റെ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കതൊരു സന്തോഷം തോന്നിയിട്ടുണ്ട്. ഡൊമിനിക് ലാഫിയറും ലാരി കോളിൻസും ചേർന്ന് എഴുതിയ സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ, അത് നമുക്ക് വളരെയേറെ പഠിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ്. ആ സ്വാതന്ത്ര്യകാല ആ കാലഘട്ടത്തെപ്പറ്റി, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് 2ാം ലോകയുദ്ധം കഴിഞ്ഞ സമയമാണ്. സൂര്യസ്തമിക്കാത്ത സാമ്രാജ്യങ്ങളുടെ ഉടമയായിരുന്ന ബ്രിട്ടൻ സാമ്പത്തികമായിട്ടും എല്ലാവിധത്തിലും തകർന്ന് തരിപ്പണമായ സാഹചര്യം. കൊളോണിയൻ രാഷ്ട്രങ്ങളിൽ നിന്നെല്ലാം തന്നെ അവിടുന്ന് അവർക്ക് അധികാരം വിട്ടുകൊടുത്ത് ബ്രിട്ടൻ പിന്നോട്ട് പോകുന്നവർ ഒരു കഷ്ണം റൊട്ടിക്ക് വേണ്ടിയിട്ട് കിലോമീറ്റർ കണക്കിന് നീണ്ട ക്യൂ ബ്രിട്ടനിൽ രൂപപ്പെട്ടൊരു കാലഘട്ടം. അതിനെപ്പറ്റിയൊക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്. ചരിത്രമാണ് അത്. ഓരോ കാലഘട്ടത്തിൻ്റെ ചരിത്രങ്ങളാണ്. കേരളകൗമുദി, മാതൃഭൂമി, മലയാള മനോരമ, ദേശാഭിമാനി, ഇത് കൃത്യമായിട്ട് ഇത് 4ഉം വായിക്കാറുണ്ട്. അത് ടൗണിൽ ചെന്ന് കഴിഞ്ഞാൽ ഓരോ കടകളിൽ നിന്ന് ഇതെടുത്ത് വായിക്കുകയാണ്. ഇപ്പോൾ മുമ്പ് പത്രം വരുത്തുമായിരുന്നു, ദേശാഭിമാനി, മാതൃഭൂമിയൊക്കെ വരുത്തുമായിരുന്നു. ഇന്നിപ്പോൾ അതിൻ്റെ സാഹചര്യമല്ല. അതുകൊണ്ട് ഇങ്ങനെ വരുന്ന പുസ്തകങ്ങൾ പത്രങ്ങൾ അവിടെ പോയി ടൗണിൽ പോയി നിന്നിട്ട് വായിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പുസ്തകങ്ങൾ ഓരോരുത്തർ എൻ്റെ ഇതുകൊണ്ട് ഓരോരുത്തർ കൊണ്ടുവന്ന് തരും. ആ പുസ്തകങ്ങൾ വായിക്കും, അത് സൂക്ഷിക്കും. ഇപ്പം ലൈബ്രറിയിൽ പോകുന്നില്ല, പോകാൻ കഴിയുന്നില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു ഇതുണ്ട്. ഇതൊക്കെ ഇത് മധുരാപുരിയാണ്, കുലപതി KM മുൻഷി എഴുതിയിട്ടുള്ള പുസ്തകമാണ്. അതിൻ്റെ നേരത്തെ മായാമുരളി എന്നും പറഞ്ഞു തന്ന അതിൻ്റെ ബാലൻസാണ് ഇത്. അപ്പോൾ ഇത് ഇദ്ദേഹം നെഹ്റു ജില്ലാ മന്ത്രിസഭയിലെ ഒരു അംഗമായിരുന്നു. അദ്ദേഹം എഴുതിയിട്ടുള്ള നല്ല പുസ്തകമാണ്. നല്ല പുസ്തകം എന്ന് പറയുമ്പോൾ തന്നെ കൃഷ്ണനെ പറ്റി എഴുതിയിട്ടുള്ളതാണ്. എന്നുവെച്ചാൽ ഇതിൻ്റെ രൂപം ഒന്ന് വേറെയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വ്യത്യസ്തമായ കാഴ്ചപ്പാടോടുകൂടി എഴുതിയിട്ടുള്ളൊരു പുസ്തകമാണ്. ഇതൊക്കെ ഈ അടുത്ത കാലത്ത് വാങ്ങിയതാണിത്. വായിച്ചിട്ടുണ്ടായിരുന്നു, എന്നാലും എനിക്ക് വാങ്ങണം എന്ന് തോന്നിയിട്ട് വാങ്ങിച്ചതാണ്. അത് മായാമുരളി ഒരു 10-30 വർഷത്തെ പഴക്കമുള്ളതാണ്. മായാമുരളി അതിൻ്റെ പുറന്താളൊക്കെ പോയി ഓരോരുത്തർ വായിക്കാൻ കൊണ്ടുപോയി വരുമ്പോൾ ഓരോ ഭാഗം നഷ്ടപ്പെടും. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഞാൻ പറഞ്ഞ ഒരു പുസ്തകം സോവിയറ്റ് യൂണിയൻ്റെ ഒരു പുസ്തകം, സോവിയറ്റ് നാടിൻ്റെ ഒരു പുസ്തകം
അത് വളരെ നല്ല പുസ്തകമായിരുന്നു. അതൊരു കാലഘട്ടം രണ്ടാം ലോകയുദ്ധത്തിൽ വിമാനം തകർന്ന് കിടന്നൊരു മനുഷ്യൻ, കിടന്ന ഒരു വൈമാനികൻ കാടിന് നടുവിൽപ്പെട്ടിട്ട് അദ്ദേഹം പുഴുക്കളെ തിന്ന് ജീവിച്ച് വർഷങ്ങൾ ആ കാനനത്തിൽ നിന്ന് അദ്ദേഹം രക്ഷപ്പെട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹം പിന്നീട് അവിടുത്തെ മന്ത്രിയാകുന്നതാണ്, സോവിയറ്റ് യൂണിയനിലെ മന്ത്രിയാകുന്നതാണ് കഥ. അതൊക്കെ വളരെ നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രോമങ്ങൾ ത്രസിച്ച് വരുന്നൊരു സംഭവമായിട്ട് നല്ലൊരു കഥ. അത് അദ്ദേഹം തന്നെ എഴുതിയിരിക്കുന്നതാണ്, ആ മന്ത്രി തന്നെ എഴുതിയിരിക്കുന്നതാണ്. ആ പുസ്തകത്തിൻ്റെ അതൊക്കെ അതിൻ്റെ നിന്ന് നഷ്ടപ്പെട്ടു, വായിക്കാൻ കൊണ്ടുപോയി തന്നെ തിരിച്ചു കിട്ടിയിട്ടില്ല. നമുക്ക് ഇത് P.A. വാര്യറും K. വേലായുധൻ നായരും കൂടി എഴുതിയ സ്വാതന്ത്ര്യത്തിൻ്റെ കഥയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആവിർഭാവം തൊട്ടുള്ള തുടക്കം തൊട്ടുള്ള സംഭവവികാസങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അത് നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. കാര്യം എന്തെല്ലാം ത്യാഗത്തോടു കൂടിയാണ് ഇത് സ്വാതന്ത്ര്യം ഇന്ത്യക്ക് കിട്ടിയതെന്നുള്ളതിനെ സംബന്ധിച്ചുള്ള അത് വളരെ നല്ല രീതിയിൽ ഈ പുസ്തകത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്, ഓരോ ഭാഗങ്ങളും. അതുപോലെ തന്നെ ഈ ഇന്ത്യയിലുണ്ടായിട്ടുള്ള ഓരോ പ്രത്യേക സംഭവങ്ങളും അതിൻ്റെ അകത്ത് എടുത്ത് കാണിക്കുന്നുണ്ട്. അതായത് മാതൃഭൂമിയുടെ പത്രത്തിൻ്റെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് ഉണ്ടായൊരു പത്രമാണ് മാതൃഭൂമി. വേറെ ഒരു പത്രവും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വേണ്ടിയിട്ട് ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിനെപ്പറ്റി എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. ഞാൻ 6ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. 6ാം ക്ലാസ് പാസ്സായി 7ലേക്ക് കടന്നപ്പോഴാണ് അച്ഛൻ്റെ പഠനം നിർത്തേണ്ടി വന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ നമ്മുടെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ മരിച്ചു കഴിയുമ്പോഴത്തേക്ക് ഒരു നാഥനില്ലാത്തൊരു കാലത്ത് ഒരു നിയന്ത്രിക്കാൻ ആളില്ലാത്തൊരു അതിൻ്റേതായ ഒരു ചെറിയ കൂട്ടുകെട്ട് അതിൽ നിന്നൊക്കെ മാറി മറ്റ് ലഹരികൾക്ക് അടിമപ്പെടാതെ എന്തിനാണ് ഞാൻ സിഗരറ്റൊക്കെ വലിക്കുകയായിരുന്നു, അതുവരെയൊക്കെ ഉപേക്ഷിക്കുന്നതിന് വായനയിലൂടെ തന്നെയാണ് അതിനുള്ളത്. ആരുടെ നിർബന്ധത്തിന് വഴങ്ങിയല്ല, വായനയിലൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വന്നിട്ടുള്ളത്. അതുപോലെ മറ്റുള്ളവരൊക്കെ വേണ്ടി എന്തെങ്കിലും ചെയ്യണം, നമ്മളാലാകുന്ന ജീവിച്ചിരിക്കുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം. അതുപോലെയുള്ള ചില സംഘടനകൾ കെട്ടിപ്പിടുകയും അതിന് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നു.